പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച പാകിസ്ഥാനിൽ പുരോഗമിക്കുകയാണ്. അമേരിക്ക, ഇറാൻ പ്രതിനിധി സംഘങ്ങൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ച നടത്തുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. യുദ്ധക്കെടുതിയിലെ നഷ്ടവും ഹോർമുസിൽ പരിപൂർണ അധികാരവുമാണ് ഇറാന്റെ ആവശ്യം. PV വിനോദ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ, ഉണ്ടാകുമോ? ഇതാണ് ലോകരാജ്യങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം. നിലവിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിബന്ധനകൾ ഈ ചർച്ചയ്ക്ക് വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയുണ്ട്. എന്താണ് ചർച്ചയിലെ പുരോഗതി? സൈത്ത്, ഇസ്ലാമാബാദിലേക്കാണ് ഇപ്പോൾ ലോകത്തിൻ്റെ കണ്ണ്. എല്ലാ ലോകരാജ്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെ കാണുന്നത്. പക്ഷേ ഈ ചർച്ച എത്രമാത്രം ഫലപ്രദമാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. അമേരിക്കയിൽ നിന്നും അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ പാകിസ്ഥാനിലെത്തുന്നു. അവിടെ ഇസ്ലാമാബാദിൽ ചർച്ച പുരോഗമിക്കുമ്പോഴും ഇതിൽ ഉയർന്നു വരുന്ന വാദങ്ങൾ അത് ഒരു തരത്തിലും ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു സൂചനകളും വരുന്നില്ല. ചർച്ചയുടെ പ്രാഥമിക ഘട്ടമാണ്. പക്ഷേ ഇപ്പോഴും പുറത്ത് വെല്ലുവിളികൾ തുടരുന്നു എന്നതാണ് ഈ ചർച്ചയിൽ കല്ലുകടിയായി മാറുന്നത്. അനുരഞ്ജനത്തിൻ്റെ പാത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ചർച്ച നടക്കുമ്പോൾ ട്രംപ് ഒരു വശത്ത് വെല്ലുവിളിക്കുന്നു, അതോടൊപ്പം തന്നെ മുസ്തഫ ഖമേനി മറ്റൊരു വശത്ത് വെല്ലുവിളിയുമായി നിൽക്കുന്നു. മാത്രമല്ല, ഈ ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടുകളിൽ തെല്ലും പുറകോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ് സങ്കീർണമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എത്ര കണ്ട് വിജയിക്കുമെന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഇറാൻ്റെ ആവശ്യമായി നിലനിൽക്കുന്നത് ഹോർമൂസിൽ അവർക്ക് ഉള്ള അധികാരം അത് അങ്ങനെ പരിപൂർണ അധികാരമായി തന്നെ നിലനിൽക്കണമെന്നതാണ്. പക്ഷേ നമുക്കറിയാം, ട്രംപ് തുടക്കം മുതൽ തന്നെ ഉന്നയിച്ച ഒരു കാര്യം ഹോർമൂസിൽ അമേരിക്കയ്ക്ക് കൂടി നിയന്ത്രണം വേണമെന്ന ഒരു ആവശ്യമാണ്. അതിൽ തന്നെ തട്ടി ഈ ചർച്ച തകരാനുള്ള സാധ്യത. മറ്റൊന്ന്, ഇറാൻ ആവശ്യപ്പെടുന്നത് യുദ്ധക്കെടുതിയിലുണ്ടായ നഷ്ടം അത് അമേരിക്ക നികത്തണമെന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, 11 ലക്ഷം കോടിയുടെ ഇറാൻ്റെ ആസ്തികൾ പല ഉപരോധങ്ങളിലൂടെ അമേരിക്ക തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ തുക അത് തിരികെ ലഭിക്കുക എന്ന ഒരു കാര്യം. ഇങ്ങനെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങൾ അത് കാലങ്ങളായി അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്കാണ് ലെബനനെ ആക്രമിക്കുന്നത് എന്നത് ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ഒന്നാമത്തെ ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നു. അത് തീർച്ചയായും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ പോലും അല്ലാതെ കാര്യങ്ങൾ പോകുന്നൊരു നിലയുണ്ട്. ഒരുപക്ഷെ അമേരിക്കയുടെ നിശബ്ദമായ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ തന്നെ മാറ്റിവെച്ചാൽ പോലും ഇസ്രായേൽ തുടർച്ചയായി ലെബനനിലേക്ക് ആക്രമണം നടത്തുന്നു എന്നത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അതായത് അമേരിക്ക നടത്തുന്ന ചർച്ചകളോട് ഇസ്രായേൽ അങ്ങനെ മുഖം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനോട് അനുകൂലമായ ഒരു നിലപാടല്ല നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവർ ഈ ലെബനനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമുള്ള, പ്രത്യേകിച്ച് യമനിലേക്കും ഒക്കെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ജനതയ്ക്ക് പോലും വലിയ അമർഷമുണ്ട് ഇക്കാര്യത്തിൽ. അവരുടെ ഒരു ജീവിത നിലവാരം സൂചിക പരിശോധിക്കുമ്പോൾ അവരുടെ ഒരു സംതൃപ്തി രേഖ അമേരിക്കൻ ജനതയുടെ അങ്ങനെയുള്ള ഒരു സൂചികയിലേക്ക് പോകുമ്പോൾ 10% ഇടിവ് എന്ന നിലയിലാണ്. അതായത് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അത് വലിയ വിലക്കയറ്റത്തിനിടവയ്ക്കും എന്ന ആക്ഷേപം അമേരിക്കയിൽ അതിശക്തമായി ഉയർന്നു വരുന്നു. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിന് ആ എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. ഹിതപരിശോധനയിലേക്ക് പോവുകയാണ്. അവിടെയാണ് അമേരിക്കൻ ജനത ഇത്തരത്തിൽ ഒരു അവരുടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇസ്രായേൽ കണ്ണും പൂട്ടിയുള്ള ആക്രമണങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എവിടെ അവസാനിക്കുമെന്നതിൽ ആശങ്ക നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, ആയുധം അത് കോപ്പ് കൂട്ടുകയാണ്, കപ്പലുകളിൽ ആയുധം നിറയ്ക്കുകയാണ്. ഇറാൻ ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഏറ്റവും ഒടുവിലും ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് വെല്ലുവിളികളാണ് രണ്ട് വശത്തും നിറയുന്നത്. അങ്ങനെ ആക്രമിച്ചാൽ തിരികെ വലിയ നാശനഷ്ടം അല്ലെങ്കിൽ വലിയ ആക്രമണം അമേരിക്കയും നേരിടേണ്ടി വരുമെന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ് വരുന്നു. മുസ്തഫ ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണിയായി മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. അങ്ങനെ ഈ രാജ്യങ്ങൾ ഒരു തരത്തിലും അവരുടെ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാതെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ചർച്ച വിജയിക്കുക എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയായി അവശേഷിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 6 ആഴ്ചയായി ലോകത്ത് നിൽക്കുന്ന ആശങ്കകൾ, പ്രത്യേകിച്ച് ക്രൂഡിൻ്റെ വിലയിലൊക്കെ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമ്പോൾ എല്ലാ രാജ്യങ്ങളും പ്രതിസന്ധിയിലാകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകുന്നു. പല രാജ്യങ്ങളും അവിടെ ഇന്ധനത്തിന് വില കൂട്ടുന്ന, പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂട്ടുന്ന സാഹചര്യമുണ്ട്. നാറ്റോ സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള അമേരിക്കയുടെ തീരുമാനം, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു തരത്തിലും ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നില്ല.
പിന്തുണയ്ക്കുന്നില്ല, അമേരിക്കയിലെ ജനത പിന്തുണയ്ക്കുന്നില്ല. മറിച്ച് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒരു താല്പര്യമായി ഇത് മാറുന്നു എന്നതാണ്. ഇപ്പോൾ ജെഡി വാൻസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ ചർച്ച നടക്കുമ്പോൾ ഇറാൻ്റെ പ്രതിനിധികളുണ്ട്, അരകാച്ചി ഉൾപ്പെടെ അവരുടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അവർ മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഈ മധ്യസ്ഥം വഹിക്കുന്ന രാജ്യങ്ങൾ വിചാരിച്ചാൽ ഇത് ഒത്തുതീർപ്പുണ്ടാകുന്ന ലക്ഷണമില്ല. കാരണം ഒമാൻ്റെ നേതൃത്വത്തിൽ നേരത്തെ ഒത്തുതീർപ്പ് ചർച്ച ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നടന്നതാണ്. ഒമാൻ്റെ വാർത്താക്കുറിപ്പ് തന്നെ ഔദ്യോഗികമായി അവർ പുറത്തുവിട്ടിരുന്നു. അവർ പറഞ്ഞത് ആശാവഹമായ രീതിയിൽ ചർച്ച മുന്നോട്ട് പോകുന്നു എന്ന ഒരു കാര്യം പറഞ്ഞു തീരുമ്പോഴേക്കും യുദ്ധം ആരംഭിച്ചു എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖവിലേക്കെടുത്ത് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. യുദ്ധം തീരാൻ വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നില്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ ജെഡി വാൻസ് നേരെ പാകിസ്ഥാനിലെത്തുകയും അവിടെ പാക് പ്രധാനമന്ത്രി കണ്ട് അവർ ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം 2 വട്ടം ചർച്ച ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട്. ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെ ആദ്യം പ്രധാനപ്പെട്ട ആളുകളുമായി വ്യക്തിഗതമായ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ മധ്യസ്ഥതല ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ പ്രതീക്ഷയോടെ കാത്തിരിക്കാം സജിത്ത്. എന്തായാലും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയാണ് പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകുന്നത്.